കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരിക്കും മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്കും സീറ്റില്ല. വിജേഷ് ഗോവിന്ദൻ ചേരുന്നു. വിജേഷ്, എങ്ങനെയാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എത്ര സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക്? ഇതിനകത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ മൊത്തം 25 ഡിവിഷനുകളാണ് ഉള്ളത്. അതിൽ 16 ഇടത്താണ് CPMന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 16 ഇടത്താണ് CPM മത്സരിക്കുകയും ചെയ്യുന്നത്. ആ 16 ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, അതുപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഇവർക്ക് രണ്ടുപേർക്കും ഇത്തവണ സീറ്റില്ല. നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ബിനോയ് കുര്യനെ മത്സരിപ്പിക്കുന്നത് പെരളശ്ശേരി മണ്ഡലത്തിലാണ്. പെരളശ്ശേരി ഡിവിഷനിൽ നിന്ന് രണ്ടാം തവണയാണ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മിക്കവാറും ബിനോയ് കുര്യനെ പരിഗണിക്കുന്നു എന്നൊരു സാഹചര്യമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന മുൻ പ്രസിഡന്റായിരുന്ന അനുശ്രീയെ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് CPM പരിഗണിച്ചിട്ടുണ്ട്. പിണറായി ഡിവിഷനിൽ നിന്നാണ് അനുശ്രീ മത്സരിക്കുന്നത്. സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള 16 അംഗങ്ങളുടെ ലിസ്റ്റാണ് ഇന്നിപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, ബിജേഷ്.